നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വെലോസിറ്റി, ആക്സലറേഷനൊക്കെ കാണാൻ പറ്റും. ഫിസിക്സിലൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു കാര്യമാണ് ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ ഡെറിവേറ്റീവ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ആദ്യം അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, എന്നിട്ട് ഞാനിതിൻ്റെ ജനറൽ ഫോർമുല പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിളായിട്ട് മാത്രം കരുതിയാൽ മതി. y = x² എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ y = x³ അല്ലെങ്കിൽ y = sin x, അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. y എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അല്ലേ. y എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. എക്സിലൊരു ചെറിയൊരു ചേഞ്ച് വന്നാൽ വൈയിലും ഒരു ചേഞ്ച് വരും. അതെന്താ കാരണം? അതിനുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സിന് ഞാൻ 3 ആണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 3² ആയിരിക്കണം വരേണ്ടത്. 3 അല്ല, x 3 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3² 9 വരും. എക്സ് വേരിയബിൾ ആയതുകൊണ്ട് പിന്നീട് എക്സിൻ്റെ വാല്യൂ കുറച്ച് ചേഞ്ച് വന്നു. 3 എന്നുള്ളത് 3.001 വന്നു. ഓക്കെ, 3.01 വന്നു. സപ്പോസ് ചെറിയൊരു ചേഞ്ച് വന്നു, 3.01 വന്നു. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 3.01² ആയിരിക്കും. എക്സ് വേരിയബിൾ ആയതുകൊണ്ട് ചേഞ്ച് വരാമല്ലോ. അപ്പോൾ 3 എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ 3.01 ആയി മാറി. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? പുതിയ വാല്യൂ എന്തായിരിക്കും? 3.01² ആയിരിക്കും വരാം. ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ട് 9.06 എഴുതിക്കോട്ടെ. എക്സിൽ വന്ന ചേഞ്ച് എത്രയാണ്? 3 എന്നുള്ളത് 3.01 ആയി മാറി. എക്സിൽ വന്ന ചേഞ്ച് അഥവാ ഡിഫറൻസ് ഇൻ എക്സ്, ഡി എക്സ് എന്ന് എഴുതിക്കോട്ടെ. ഡി ഇൻറ്റു എക്സ് എന്നല്ല ഉദ്ദേശിച്ചത്, ഡിഫറൻസ് ഇൻ എക്സ്, എക്സിൽ വന്ന ചേഞ്ച്. ന്യൂ വാല്യൂ മൈനസ് ഓൾഡ് വാല്യൂ. 3.01 മൈനസ് 3.01 ആണ്. എക്സിൽ സംഭവിച്ച ചേഞ്ച് ഇതാണ്. എക്സിൽ ചേഞ്ച് വന്നാൽ വൈയിലും ചേഞ്ച് വരും. അതിനുള്ള കാരണം നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ അറിയാമല്ലോ. വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. എക്സ് മാറുമ്പോൾ വൈയും മാറും. എക്സിലൊരു ചേഞ്ച് വന്നാൽ ഉടനെ വൈയിലും ചേഞ്ച് വരും. വൈയിൽ വന്ന ചേഞ്ച് എത്രയാ? 9 എന്നുള്ളത് 9.06 ആയി മാറി. വൈയിൽ വന്ന ചേഞ്ച് നമ്മൾ dy എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഡിഫറൻസ് ഇൻ വൈ. 9.06 മൈനസ് 9 ചെയ്താൽ 0.06 കിട്ടും. അപ്പോൾ എക്സ് 3 ആവുന്ന ഇൻസ്റ്റൻറ്റിൽ എക്സിൽ ഒരു ചേഞ്ച് വന്നപ്പോൾ വൈയിലും ഒരു ചേഞ്ച് വന്നു. ഇത് രണ്ടിൻ്റെ റേഷ്യോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ അത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം? എക്സിൽ വരുന്ന ചേഞ്ചിൻ്റെ എത്ര ഇരട്ടിയാണ് വൈയിൽ വരുന്ന ചേഞ്ച് അല്ലേ? അതല്ല അതിൻ്റെ മീനിങ്. എക്സിൽ വരുന്ന ചേഞ്ചിൻ്റെ എത്ര ടൈംസ് ആണ് വൈയിൽ വരുന്ന ചേഞ്ച്. ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രം കരുതിയാൽ മതി. ഇപ്പോൾ ഡി വൈ എനിക്ക് 0.06 കിട്ടി, ഡി എക്സ് എനിക്ക് 0.01 കിട്ടി അല്ലേ? അപ്പോൾ ഇത് 6 ആണ് വരുന്നത്. അപ്പോൾ y = x² ആണെങ്കിൽ ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ എക്സ് അറ്റ് x = 3 അല്ലേ? 3യിലുള്ള ചേഞ്ചാണല്ലേ ഞാൻ നോട്ട് ചെയ്തത് അല്ലേ? 3 ആവുന്ന സമയത്ത് എക്സിലുള്ള ചേഞ്ചും വൈയിലുള്ള ചേഞ്ചും നോട്ട് ചെയ്തു. റേഷ്യോ എടുത്തപ്പോൾ 6 കിട്ടി. അപ്പോൾ x 3 ആവുന്ന ഇൻസ്റ്റൻറ്റിൽ വൈയിലുള്ള ചേഞ്ച് ബൈ എക്സിലുള്ള ചേഞ്ച് 6 ആണ്. ഇതേപോലെ x = 4 വൈയിലുള്ള ചേഞ്ച് ബൈ എക്സിലുള്ള ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ മെത്തേഡ് കുറച്ച് ലെങ്തി മെത്തേഡാണ്. അപ്പോൾ നമുക്കൊരു ഫോർമുലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ dy/dx ഉപയോഗിച്ചിട്ട് നമുക്ക് വൈയുടെ ചേഞ്ച് എത്ര ടൈംസ്, എത്ര അല്ലേ, എക്സിലുള്ള ചേഞ്ചിൻ്റെ എത്ര ഇരട്ടിയാണ് വൈയിലുള്ള ചേഞ്ച് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപയോഗിച്ചിട്ട് നമുക്ക് വെലോസിറ്റിയും ആക്സലറേഷനും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ x = 4 ആകുമ്പോൾ വേറെ വാല്യൂ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് x 3 ആവുന്ന സമയത്ത് എക്സിലുള്ള ചേഞ്ചിൻ്റെ 6 ഇരട്ടി ചേഞ്ച് വൈയിൽ സംഭവിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സിൽ നമുക്ക് ഈ റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കും, dy/dx ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ജനറൽ മെത്തേഡ് ഉണ്ട്. അത് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ലിമിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു മെത്തേഡ്, അത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡ് എന്ന് പറയും.
പിന്നെ വേറൊന്ന് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡാണ് വളരെ ഫാസ്റ്റ്. പക്ഷേ എക്സാമിന് ലിമിറ്റ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്താൽ മാത്രമേ മാർക്ക് തരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഇതൊരു റഫായിട്ട് ഞാൻ ചെയ്തതാണ്. ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും യൂസിങ് ദ കോൺസെപ്റ്റ് ലിമിറ്റ്. അപ്പോൾ ഡിഫറൻഷിയേഷൻ അഥവാ ഡെറിവേറ്റീവ്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഈ 6 തന്നെ കിട്ടണത് ഞാൻ കാണിച്ചു തരാം. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഹൗ ടു ഫൈൻഡ് dy/dx. കുറച്ച് ലെങ്തി മെത്തേഡാണ്. പക്ഷേ എക്സാമിന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് dy/dx കാണാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ മാർക്ക് തരുള്ളൂ. അപ്പോൾ ഇവിടെ ജനറലായിട്ട് ഞാൻ പറയട്ടെ. ഇപ്പോൾ y = x² എന്നാവാൻ ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ y = x³ എന്നായിരിക്കാം, അല്ലെങ്കിൽ sin x എന്നായിരിക്കാം. ജനറലി y = f(x) ഞാൻ എഴുതിക്കോട്ടെ. ഇഫ് f(x) എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ഒരു എക്സ്പ്രഷൻ, അത് x² x³ എന്ത് വേണമെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ dy/dx കാണാനായിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ കുറേ സമയം പോവും. ഫംഗ്ഷൻ കുറേ കൂടി ലാർജ് ഫംഗ്ഷൻ ആകുമ്പോൾ ഈ മെത്തേഡ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. നമുക്ക് dy/dx ഒരു ഫോർമുലയായിട്ട് കിട്ടും. ഇത് കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. ഇതെങ്ങനെ വന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇത് ചെയ്തിട്ട് ഞാൻ ആ 6 കിട്ടുന്നത് കാണിച്ചു തരാം. ലിമിറ്റ് h(0) f(x + h - f(x) / h. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ മാർക്ക് തരുള്ളൂ. അപ്പോൾ dy/dx കാണണം യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതാണ് ഫോർമുല. അപ്പം ഞാൻ ഈ എക്സാമ്പിൾ ചെയ്തിട്ട് 6 കിട്ടുന്നത് കാണിച്ചു തരാം. ഈ എക്സാമ്പിൾ എന്താണ്? വൈയുടെ വാല്യൂ y(x² ആണ്. dy/dx വെൻ x = 3 അല്ലേ? x 3 ആവുന്ന സമയത്ത് വൈയിലുള്ള ചേഞ്ച് ബൈ എക്സിലുള്ള ചേഞ്ച് 6 ആണ്. ഇവിടെ എക്സിലും വൈയിലുള്ള ചേഞ്ച് വളരെ ചെറിയ ചേഞ്ച് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എക്സ്ട്രീംലി അല്ല നിയറസ്റ്റ് ടു 0 എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ടാണ് ഇത്. എക്സാമ്പിളാണ് ജസ്റ്റ്. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതട്ടെ. ലെറ്റ് y = x². ഫൈൻഡ് dy/dx at x = 3 യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇത് ആൻസർ കിട്ടണം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഫോർമുല നേരെ അങ്ങോട്ട് എഴുതി വെച്ചോ. dy/dx എന്താണ്? ആദ്യം തന്നെ f(x) എന്താണെന്ന് എഴുതി വെക്ക്. y = f(x) എന്നാണല്ലോ. f(x) ഇവിടെ x² അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ f(x) എഴുതി വെക്കുക. f(x) x² ആണ്. സോ നമ്മൾ dy/dxൻ്റെ ഫോർമുല വരുന്നത് ലിമിറ്റ് h(0) f(x + h - f(x) / h ആണ്. ഇത് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? അപ്പോൾ ലിമിറ്റ് h(0) f(x) x² ആണെന്നറിയാം. അപ്പോൾ എന്താണ് ഈ f(x + h)? f(x + h) എന്ന് പറഞ്ഞാൽ x എന്നുള്ള ലെറ്റർ മാറ്റിയിട്ട് പകരം x + h ഇട്ട് കൊടുക്കണം. അപ്പോൾ f(x + h) എന്ന് പറഞ്ഞാൽ x + h (² ആയിരിക്കില്ലേ? അല്ലേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നോക്കിക്കോ. f(x) x² ആണ്. f(x + h) കാണണമെങ്കിൽ ഈ x എന്നുള്ള ലെറ്റർ മായ്ച്ച് കളഞ്ഞിട്ട് പകരം x + h എഴുതണം, ബ്രാക്കറ്റ് x + h എഴുതണം. അപ്പോഴാണ് നമുക്ക് f(x + h) കിട്ടുള്ളൂ. x എന്നുള്ളത് മായ്ച്ച് കളഞ്ഞിട്ട് പകരം അവിടെ ബ്രാക്കറ്റ് x + h എഴുതണം. അപ്പോൾ അതേപോലെ റൈറ്റ് സൈഡിലും ചെയ്യണ്ടേ? x എന്നുള്ള ലെറ്റർ മായ്ച്ച് കളഞ്ഞിട്ട് പകരം അവിടെ x + h എഴുതണം. അപ്പോൾ f(x + h) എന്ന് പറഞ്ഞാൽ x + h (² എന്നായിരിക്കും കിട്ടുക. മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ f(x x² ആണെങ്കിൽ f(x + h) എന്തായിരിക്കും? x + h (² ആയിരിക്കും.
എക്സ് പ്ലസ് എച്ച് ഓൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ അല്ലേ, ഓൾ ഡിവൈഡഡ് ബൈ എച്ച് വരും. അപ്പോൾ ഇത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് വരും. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും വെട്ടിപ്പോവും. അപ്പോൾ ഇത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0, എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും പോയി കഴിഞ്ഞാൽ 2xh പ്ലസ് എച്ച് സ്ക്വയർ ബൈ എച്ച് എന്ന് വരും. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2xh ബൈ എച്ച് ആദ്യം എഴുതാം. 2xh ബൈ എച്ച് ചെയ്താൽ എച്ച് പോയിട്ട് 2x കിട്ടും, പ്ലസ് എച്ച് സ്ക്വയർ ബൈ എച്ച് ചെയ്താൽ എച്ച് കിട്ടും. സ്പ്ലിറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ പ്ലസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ എച്ച് പോയിട്ട് 2x കിട്ടും, പ്ലസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ എച്ച് സ്ക്വയർ ബൈ എച്ച് ചെയ്താൽ എച്ചും കിട്ടും. എച്ച് ടെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് 2x കിട്ടും. 2x പ്ലസ് 0, എച്ചിനാണ് 0 കൊടുക്കുന്നത്. അപ്പോൾ y = x സ്ക്വയർ ആണെങ്കിൽ dy/dx കാണാനുള്ള ഫോർമുല 2x ആണ്. y = x സ്ക്വയർ ആണെങ്കിൽ, y = x ക്യൂബ് ആണെങ്കിൽ മാറും, ആൻസർ മാറും. y = x സ്ക്വയർ ആണെങ്കിൽ dy/dx കാണാനുള്ള ഫോർമുല 2x ആണ്. x 3 ആവുമുള്ള dy/dx ആണല്ലോ നമ്മളെ ക്വസ്റ്റ്യൻ. x 3 ആവുമുള്ള dy/dx എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന് 3 കൊടുത്താൽ മതി. 2 × 3 എന്നായി 6. നമ്മൾ ആ തുടക്കത്തിലത്തെ മെത്തേഡ് വഴി നമുക്ക് 6 തന്നെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞ ഈ ഇൻട്രൊഡക്ഷൻ ഇല്ലേ, ഈ മെത്തേഡിൽ ചെയ്യരുത്. ഇതൊരു dy/dxൻ്റെ ആക്ച്വൽ മീനിങ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഈ മെത്തേഡ് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല, ഫൈൻ dy/dx എന്നേ പറഞ്ഞിട്ടുള്ളെങ്കിൽ വേറെ ഒരു നല്ലൊരു സിമ്പിൾ മെത്തേഡ് ചെയ്യാം, വേറൊരു സിമ്പിൾ മെത്തേഡ് പഠിക്കും. പക്ഷേ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം.